ഇനി ഇവിടെ നിന്ന് കൂടാ. വേറെ നിങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിലും ആ സമയമെങ്കിലും മാറ്റി വെച്ചിട്ട് വീട്ടിലെ ചെറിയ പിള്ളേരൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുല്ലാണ്. പിന്നെ ശരി, എങ്ങനെ നോക്കിയാലും ഒരു പാത്രം വരുമല്ലോ ദൈവം. ആരൊക്കെ ആയിട്ട് എന്തൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഏത് ഗെയിമാണ് എടുത്ത് കളിക്കുന്നത്, ഇതൊക്കെ ഇടയ്ക്ക് ഈ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്നവരും ഈ മൊബൈൽ കാശ് കൊടുത്ത് വാങ്ങി കൊടുക്കുന്നവരും മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് എൻ്റെ എല്ലാവരും പറയാം എൻ്റെ കൊച്ചാണ് അങ്ങനെയൊന്നും ചെയ്യുന്നത്. ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനേ അടുക്കളയിലാണ് കേട്ടോ, അല്ലാതെ ഞാൻ എവിടെ പോകാനാ. ഞാൻ കോളേജിൽ നിന്ന് വന്ന വഴി നേരെ കുളിച്ചു, നല്ല വിശപ്പായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് വന്ന് ഇച്ചിരി ചോറ് കഴിച്ചു, പിന്നെ താഴത്തിനുള്ള ചോറൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഇച്ചിരി മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചാച്ചൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ചാച്ചന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ പോകുന്നു. പിന്നെ ഞാനിപ്പോൾ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ പോയിട്ടോ, റേഷൻ കടയിൽ പോയി നമ്മൾ റേഷൻ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകുന്ന വഴി ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. 2-3 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ട് നമുക്ക് നാളെ അപ്പം ഉണ്ടാക്കണം. ഇനിയിപ്പം അതിനെ അരച്ച് വെക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. നാളെയാണെങ്കിൽ എക്സാം ഡ്യൂട്ടി ഉണ്ട്, സെം എക്സാം നടക്കുകയാണ്, യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ നാളെ എന്താണെങ്കിലും ഞാൻ ലേറ്റായിട്ട് വരുള്ളൂ. 4:30 ആകും എക്സാം തീരുമ്പോൾ. അത് കഴിഞ്ഞാണ് നമുക്ക് പോരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അതായത് കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ജോലികളൊക്കെ എല്ലാവരും ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലും വീട്ടമ്മമാരാണ്. അപ്പം അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസൂട്ടം വന്ന് അടുപ്പിൻ ചോട്ടിലിരുന്ന് വായിച്ചോടിക്കുന്നത് കാണാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ഒത്തിരി പേർക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു കിച്ചൺ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം കഴുകാനുണ്ട്. ഏത് പാത്രം? ചോറ് വാർക്കുന്ന പാത്രം കഴുകണം, ചോറ് വാർക്കണം. ഇന്നുണ്ടാക്കിയ കറികളൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഷോർട്സും ലോങ്ങും ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റാകും. വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആൻസ് വലിയ ചെറുക്കനൊക്കെ ആയ പിന്നെ എൻ്റെ കൂടെ അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. ആൻസ് ഇപ്പം എന്നോളമായി തന്നോളമായ താനെന്ന് വിളിക്കുന്നതാണ് പറയുന്നത്. അത് മാത്രമേ അത് പൊട്ടിച്ചാൽ ഒരെണ്ണവും പൊട്ടിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പാത്രം അവൻ പൊട്ടിച്ച്. നീ എല്ലാം അരികിൽ വെച്ചിട്ട് പോയത്. അപ്പൊ ആര് പൊട്ടിച്ചു? നീ പൊട്ടിച്ചു. നീ പൊട്ടിച്ചു. നീ പൊട്ടിച്ചു. ഇവന് നിനക്ക് എത്ര വയസ്സായി? 13. 13. നിനക്ക് 14 വയസ്സായോടാ? കണ്ടിട്ട് തോന്നണില്ല. നിനക്ക് 14 വയസ്സുണ്ടോടാ? കണ്ടിട്ട് തോന്നണില്ലടാ. 12 വയസ്സുള്ളൊരു കൊച്ച് പോയി 25 വയസ്സുള്ള ഒരാളോടൊപ്പം പിന്നെ അതിനകത്ത് മിസ്സിങ് ആയി. അങ്ങനെ കണ്ടുപിടിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ കഷ്ടി 1-2 മാസമായി കാണുമായിരിക്കില്ലേടാ. പിള്ളേരുടെ ഇൻസ്റ്റഗ്രാം ഉപയോഗവും ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് എടുക്കുന്നതും അതിൽ നിന്നും പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ ചാറ്റ് ചെയ്യുന്നതും ഫ്രണ്ട്സിനോട് പോലും ചാറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അതിനകത്ത് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടീനേജ് പ്രായത്തിലേക്ക് കടക്കുമ്പോൾ, ഇപ്പം ടീനേജ് എന്ന് പറയുമ്പോൾ 14 വയസ്സൊന്നും അല്ല, ഇപ്പം 10 വയസ്സ് മുതലേ തന്നെ പിള്ളേരെ ഇപ്പം ഉണ്ടാകുന്ന പിള്ളേരുടെ കയ്യിലേക്ക് മൊബൈലും കൊടുത്താണ്. അപ്പോൾ അത് മൊബൈലിൽ ആ പിള്ളേരെ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, ഒരു വീഡിയോസാണോ കാണുന്നത്, അവർ അക്കൗണ്ട് എടുക്കുന്നുണ്ടോ, അവർ അക്കൗണ്ടിനകത്ത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു, ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ കൂടി മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേരെ ഒന്നും പിടിച്ചാൽ കിട്ടില്ലാത്തൊരു ഒരു പ്രായത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ 12 വയസ്സായ കൊച്ചെന്ന് പറയുമ്പോൾ, ഞാനൊക്കെ 12 വയസ്സായ സമയത്തൊക്കെ ബാലരമയും തപ്പി ബാലരമയും വായിച്ച് സമയം കളഞ്ഞ് അടുത്ത ബാലരമയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയും ഞങ്ങളൊക്കെ മണപ്പം ചുട്ട് കളിക്കുക. പേരമരത്തെ കയറിയിട്ട് ഞങ്ങളൊരു ചാഞ്ഞൊരു പേരമരം ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത്. പപ്പ മമ്മീന്നാണ് വിളിക്കുന്നത്. അപ്പം അവിടെ ഒരു പേരമരത്തെ കയറിയിട്ട് ഞാനും കുറേ പിള്ളേരുണ്ടായിരുന്നു. കുഞ്ഞല, വാവ,
ജോസ്ലി, സൂരജ്, രാജേഷ് എന്ന് പറഞ്ഞ് കുറേ കുഞ്ഞു പിള്ളേർ, അന്നുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കൂടി ആ മരം ബസ്സാന്ന് പറഞ്ഞ് കയറിയിരുന്ന, എന്നിട്ട് ഞാൻ ബസ്സാന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്ന് ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റായിട്ട് കൊന്ന വേലിക്കൊന്നയുണ്ടല്ലോ, കൊന്നയുടെ ഇലയാണ് ടിക്കറ്റായിട്ട് കൈ പിടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പാസഞ്ചേഴ്സ് കയറും, ഇടയ്ക്ക് ഇറങ്ങും, അതിൻ്റെ ഇടയ്ക്ക് പേരയ്ക്ക പറിച്ച് തിന്നും. ഇങ്ങനെയൊക്കെ കളിച്ച് നടന്ന പ്രായത്തിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഒത്തിരി മാറിപ്പോയി. നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയാം. നമ്മളെക്കാൾ കൂടുതൽ ഓപ്ഷൻസൊക്കെ ഫോണിനകത്ത് കണ്ടുപിടിക്കാനും പിള്ളേർക്കറിയാം. ഇപ്പം എവരൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലാണ്, ആരൊക്കെയായിട്ട് എന്തൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഏത് ഗെയിമാണ് എടുത്ത് കളിക്കുന്നത്, ഇതൊക്കെ ഇടയ്ക്ക് ഈ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്നവരും ഈ മൊബൈൽ കാശ് കൊടുത്ത് വാങ്ങി കൊടുക്കുന്നവരും മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് എല്ലാവരും പറയും എൻ്റെ കൊച്ചാണ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് തർക്കിക്കും. പക്ഷെ ഒരു അനുഭവം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ബാബു പുറത്തൊന്നും പറഞ്ഞ് കാര്യമില്ല. ഇവനൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. അത് വേറെ എൻ്റെ സ്വഭാവം തന്നെ അറിയാം. ഞാൻ ഇങ്ങനെയുള്ള രീതിയിലൊന്നും അല്ലാന്ന് ഇവനെ നന്നായിട്ട് അറിയാം. അറിയില്ലടാ കാര്യത്തിലൊക്കെ. അപ്പം എനിക്ക് അതാണ് പറയാനുള്ളത്. കാരണം 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ന്യൂസ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോയി. 12 വയസ്സെന്ന് വെച്ചാൽ ആ കൊച്ചുണ്ടായിട്ടൊരു 12 വർഷമേ ആയിട്ടുള്ളത് നോക്കണം. അതായത് 10 വർഷം എന്ന് വെച്ചാൽ ഒത്തിരി കാലയളവല്ല. 10 വർഷം മുമ്പ് അത് 2 വയസ്സുള്ള ഒരു കൊച്ചായിരുന്നു, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അത് വെറും ഒരു 7 വയസ്സുള്ള കുഞ്ഞൊരു കൊച്ചായിരുന്നു. ഇതുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു പ്രായത്തിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ ചിന്തിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഫോൺ കൊടുക്കുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷേ അവർ യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്ന്. ഞാനിപ്പം ആൻസിൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ചാറ്റ് ചെയ്യാൻ തൊട്ട് നോക്കാൻ പോലും പറ്റില്ല. അതിനകത്ത് ഓരോ അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഓരോ വരകൾ കൊണ്ട് നിറഞ്ഞ് വരകൾ കൊണ്ട് അത്തപ്പൂക്കളം ഇട്ട് വെച്ചേക്കണമാണ് അവൻ്റെ ഫോണ്. എന്തോ അങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ ഇട്ട് നിരക്കല്ലേ, അടുത്ത് കളഞ്ഞേരട്ടാ. ചോറ് വെക്കണം. ഇതെന്താണെന്നറിയാവോ? ഇതാണ് തേങ്ങ വെള്ളം. തെങ്കായ് വെള്ളത്തിലാണ് ഞാൻ അരി അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ദാ ഇതിനകത്തേക്ക് ഞാൻ അരി എടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഈസ്റ്റും ഇട്ടിട്ടുണ്ട്, തേങ്ങ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചോണ്ട് വരാം. അപ്പോൾ ദാ നമ്മൾ അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യം അരയ്ക്കാനെടുത്തപ്പോൾ നിറച്ചുണ്ടായിരുന്നേ, ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമത് അരയ്ക്കാം. അപ്പം അങ്ങനെ അപ്പത്തിൻ്റെ പണികളൊക്കെ ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ അതാ നമ്മുടെ അപ്പത്തിനൊക്കെ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുളിച്ചു പൊന്തോന്ന് നമുക്ക് നാളെ അറിയാം. പൊടിച്ച് പൊന്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർത്ത് നാളെ ഇളക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് വെക്കുന്നില്ല, നാളെ ഉപ്പ് ചേർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക എന്നാണ് എൻ്റെ ഇനി അടുത്ത ടാസ്ക്. ഇവിടെ ഇച്ചിരി മാവും ചാടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പം ഞാനാണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. എൻ്റെ ഇന്നത്തേക്കുള്ള പണികളൊക്കെ തീർന്നു കേട്ടോ. പണികളെല്ലാം തീർന്നു, എല്ലാം തുടച്ചു, സ്ലാബെല്ലാം തുടച്ചു, പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വെച്ചു, എല്ലാം കഴുകി സെറ്റ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി എനിക്ക് ചോറെടുത്ത് വെക്കണം. ചോറ് വെന്തിട്ടില്ല, ചോറ് അടുപ്പിലിരിക്കുവാണ് കേട്ടോ. ചോറെടുത്ത് വെക്കുന്നു, ഞാൻ കിടക്കുന്നു. പണികൾ തീർന്ന്. ഇനി നാളത്തേക്ക് ഏതെങ്കിലും ഒരു സാരി പോയി തപ്പി കണ്ടുപിടിക്കണം. ഞാനിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പാല് തിളച്ച് തൂകിപ്പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് കുറച്ച് സാരിയൊക്കെ അലക്കി ഇതെല്ലാം മടക്കി വെക്കുമായിരുന്നു. എന്നൊക്കെ പിന്നെ എന്തോ വീഡിയോ ആയി കാണിക്കാനാണ്.
അപ്പം ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സെല്ലാം മാറി മുടി എടുത്ത് കെട്ടി നേരെ കിടക്കാനുള്ള പുറപ്പാടിലേക്കാണ്. വന്നപ്പോൾ തന്നെ കുളിച്ചത് കൊണ്ട് പിന്നെ വേറെ ഇതൊന്നുമില്ല. പിന്നെ ഈ ഫാൻ എപ്പോഴും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, നമ്മൾ വേർക്കൊന്നുമില്ലല്ലോ, അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പോകുകയാണ്. ചേട്ടൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചോറ് കഴിക്കുകയാണ് കേട്ടോ. പണ്ട് ഈ വീട്ടിൽ താമസിച്ചതുപോലെ തന്നെ. പണ്ട് ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴിങ്ങനെയായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കും, പോയി കിടക്കും. ഞാൻ അത്താഴം കഴിക്കൽ ഞാൻ നിർത്തി. അപ്പോൾ ചേട്ടനെടുത്ത കടല എടുത്ത പാത്രം കൂടിയുണ്ട് ലാസ്റ്റ് കഴുകാനായിട്ട്. അതിങ്ങനെ കഴുകി വെക്കട്ടെ. അപ്പോൾ നാളെ അപ്പത്തിന് കറി ഇതാണ് കേട്ടോ, ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കും. ഇപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ ഒരു പാത്രം അങ്ങനെ കഴുകി വെച്ചേക്കാം. മീൻ വറുത്തതാണ്. അങ്ങനെ അവസാന പണിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാനും കിടക്കാൻ പോവുകയാണ്. ഞാൻ പോകുന്നു. പാത്രം തേക്കണം, കമ്പി ഒടിഞ്ഞിരിക്കണം. നോക്കിക്കേ, നമ്മുടെ അടുക്കള ഇവിടെ ഫ്രീ ആയി. എൻ്റെ വാഴക്കൂമ്പ് അവിടെ ഇരിക്കേണ്ടത്, അത് ഞാൻ നാളെ തോരൻ വയ്ക്കും ഒറ്റയ്ക്ക് തിന്നെ. പിന്നെ എങ്ങനെ നോക്കിയാലും ഒരു പാത്രം വരുമല്ലോ ദൈവമേ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയതായി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, നമ്മൾ ഇതിനകത്തിട്ട് വെക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെ ആയി സെറ്റായി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുല്ലാണ്. എല്ലാവരും പോയി കിടന്ന് ഞാനും പോവുകയാണ് കിടക്കാനായിട്ട്. രാവിലെ ആകണം. ഇനി ഇവിടെ നിന്ന് കൂടാ, എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ കിട്ടും കഴുകാൻ. ഞാൻ പോവുകയാണ്. കഴിച്ചു. എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ എന്നെ കണ്ടാൽ മതി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആകെയുള്ള ഒരേ ഒരു കൂട്ടായിരുന്നു കേട്ടോ ഇത്. പാവം കിടക്കണം നോക്ക്. എന്നാടാ, ഉറങ്ങിക്കോടാ. അപ്പോൾ വെള്ളം വിശന്നാലും ദഹിച്ചാലും വെള്ളം. എൻ്റെ പവർ ബാങ്ക്. അപ്പോൾ ഞാൻ കിടക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഞങ്ങളപ്പം കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ്റെ കയ്യിലെ മുറിവൊക്കെ കഴുകിയില്ല, അത് ഓൾറെഡി കുളിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി കഴുകി. മുറിവൊക്കെ വീണ്ടും കെട്ടി. ചേട്ടൻ ഭയങ്കര അഹങ്കാരത്തോടെ വേദനയൊന്നുമില്ലാതെ പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അത് ചേട്ടന് വേദന തോന്നാത്തതായിരിക്കും. പക്ഷെ ഇത്ര ടൈറ്റ് ആക്കരുതെന്ന് പറയണ. അപ്പൊ ഇന്നത്തെ ഈവനിങ് വ്ലോഗൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്നത് ഇതാണ്, വേറെ നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിലും ആ സമയമെങ്കിലും മാറ്റി വെച്ചിട്ട് വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായെങ്കിൽ, ഒരു 10 വയസ്സിനൊക്കെ മുകളിലേക്കുള്ള പിള്ളേർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസ് ഒന്നും അറിയത്തില്ല, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇവർ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അതിൽ നിന്നൊക്കെ ചാറ്റ് ചെയ്യും. അങ്ങനെ അബദ്ധത്തിലൊക്കെ പോയി ചാടും. പണ്ടത്തെ പോലത്തെ പരിശുദ്ധമായ പ്രണയമൊന്നും ഇന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 100 ലക്ഷത്തിൽ ഒരാൾക്ക് കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഇപ്പോൾ ഉള്ള വാർത്തകളെല്ലാം അങ്ങനെയാണ് വരുന്നത്. ഒരു പെങ്കൊച്ചിനെ ആലുവയിൽ കാണാതെ പോയിട്ട് പൂനെയിൽ നിന്നോ മറ്റോ കണ്ടുപിടിച്ചത്, അതെല്ലാവരും അറിഞ്ഞാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ സംഭവമാണ്. അപ്പം ഇതൊക്കെ ആവണതിന് മുമ്പേ തന്നെ ഞാനൊരു 2 മാസം മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ ഫോൺ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ വിളിക്കുന്ന ചീത്തകൾ, പിള്ളേർ പറയുന്ന സംസാരങ്ങൾ, അവരുടെ ചിന്താഗതികളൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെ കാണാൻ പറ്റിയെന്നാണ്. അപ്പം അതുകൊണ്ട് കുട്ടികൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കും, എന്നിട്ട് വേറെ ബദലായിട്ടൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, എന്നിട്ട് ഫ്രണ്ട്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. അവർ നിഷ്കളങ്കമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ചില ഫ്രണ്ട്സ് പറ്റിക്കും. ചിലപ്പോൾ ഈ അക്കൗണ്ട് കണ്ടുകൊണ്ട് വേറെ ആരെങ്കിലും ചാറ്റ് ചെയ്യും.
ചാറ്റ് ചെയ്യും, പിന്നെ അത് വളരും, പിന്നെ ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്തും. അപ്പോൾ ഈ കുട്ടികൾക്ക് വലിയ ബോധം വെളിവൊന്നും ഉണ്ടാവില്ല. 12 വയസ്സുള്ള കൊച്ചിനൊക്കെ പറഞ്ഞ് എന്തോ ഉണ്ട്, എന്ത് വിവരം കിട്ടാനാ, ലോക പരിചയമോ അല്ലെങ്കിൽ അവർക്കൊരു സ്വയം പര്യാപ്തം നേടണമെന്നോ അവർക്ക് വിദ്യാഭ്യാസം നേടണമെന്നോ അങ്ങനെയുള്ള ബോധോദയമൊന്നും ഉണ്ടാകുന്ന പ്രായമൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള പല അബദ്ധങ്ങളിലും ചെന്ന് വീഴും. ചേട്ടനൊന്നും പറയാനില്ലേ? പറ. അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. ഒറ്റയടിക്ക് ഇപ്പൊ പിള്ളേർ ഫോൺ എടുക്കുന്നവരെ വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, ആ ഫോൺ കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ കാണിക്കുന്നു എന്നൊക്കെ നോക്കുക. ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പം അതിനകത്ത് എത്ര അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ ലോഗിൻ ചെയ്യാൻ നേരത്ത് കാണിക്കും. ഫേസ്ബുക്ക് ഇപ്പം ഫേസ്ബുക്ക് അല്ലല്ലോ, ഇപ്പം എല്ലാവരും ഇൻസ്റ്റഗ്രാമിനകത്താണല്ലോ. അപ്പം അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. വെറുതെ അബദ്ധത്തിൽ പോയി ചാടിയിട്ട് അവസാനം നമുക്കൊരു വിശ്വാസം കാണും നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ളത്. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. എനിക്ക് അനുഭവമുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി ഈ പറയുന്നത് പോലെ തന്നെ ഒത്തിരി നാളൊക്കെ ഒരു 2 വർഷമൊക്കെ മുമ്പാണ് കേട്ടോ, ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവർ ഡിവോഴ്സാണ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ കൂടെയാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്. പെങ്കൊച്ച് എങ്ങാണ്ടൊരു 5-ലോ 6-ലോ എങ്ങാണ്ട്, ഈ പറഞ്ഞ 8-ലെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു അതും ഈ 10-12 വയസ്സ് പ്രായം. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു ചെറുക്കൻ കൊച്ച് എപ്പോഴും ഇങ്ങനെ ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. ആ സ്റ്റാറ്റസ് കിസ് ചെയ്യുന്നത്, ഫ്രഞ്ചൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഈ പാവകൾ പോലെയുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇവളെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ട് ഇവള് പോയി ആ ഒരു പയ്യൻ്റെ അക്കൗണ്ട്, ആ പയ്യനെ കണ്ട് 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അവൻ്റെ ഫോട്ടോക്കൊക്കെ പോയി കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഞാനിങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ട് വേറെ സെക്കൻഡ് മാരേജ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഫ്രണ്ട് അങ്ങനെ ഫസ്റ്റ് വൈഫ് വേറെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കൊച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വൈഫിനെ വിളിച്ചിട്ട് കാര്യം പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പിന്നെ യൂസ് ഇല്ലാതാക്കി. കുറച്ചുകൂടി അതിനെ ശ്രദ്ധിക്കാൻ പറ്റി. അപ്പം ഇങ്ങനെ പിള്ളേരിങ്ങനെ ചാറ്റ് ചെയ്താൽ നമ്മൾ ഓർക്കും അവർ വീഡിയോ കാണുമായിരിക്കും, അല്ലെങ്കിൽ അവർ ഗെയിം കളിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ ഓർക്കും. പക്ഷേ അതൊന്നും അല്ല സത്യം. ഇന്നത്തെ കാലമാണ് അല്ലേ, അധ്യാപകരെ പോലും മയക്കുമരുന്ന് കൊണ്ടൊക്കെ പിടിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പിഞ്ചു പൈതങ്ങളുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? ഈ 10, 12, 14, 15 വയസ്സ് 16 വയസ്സുള്ള പിള്ളേരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പരിചയപ്പെട്ട ഒരു അബദ്ധത്തിലൊക്കെ പോയി ചാടുന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാലം വേറെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, അവസാനം നമ്മൾ തന്നെ ദുഃഖിക്കാതിരിക്കാനായിട്ട്. പിള്ളേർ കുറച്ചൊക്കെ വിഷമിക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പിണങ്ങുമായിരിക്കും, നമ്മൾ ഇഷ്ടമല്ലാത്ത രീതി കാണിക്കുമായിരിക്കും. കാണിച്ചോട്ടെ, കുഴപ്പമില്ല. അവർ കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. പിന്നീട് വലിയ അബദ്ധത്തിൽ ചാടിയിട്ട് അവർ ജീവിതം പോലും കളയേണ്ടെന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ദുഃഖിക്കുന്നത് നല്ലതാണ്. ഞാൻ ചുറ്റുപാട് നിന്നുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അവരുടെ ഫോണൊക്കെ വാങ്ങിയിട്ടും അവരെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തള്ളാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളാം, ഇഷ്ടപ്പെട്ടാൽ കൊള്ളാം. അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കിടക്കട്ടെ. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.